കോഴിക്കോട് മിഠായി തെരുവിന്റെ സ്വന്തം സ്വാമി ആൻഡ് സൺസ് കാപ്പിക്കട പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ്. നിലവിലുള്ള സ്റ്റോക്ക് തീരുന്നതോടെ കച്ചവടം അവസാനിപ്പിക്കാനാണ് സ്വാമി എന്ന് വിളിപ്പേരുള്ള നടരാജന്റെ തീരുമാനം. ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുള്ള കാപ്പിക്കടയുടെ കഥ മിഠായി തെരുവിന്റെ കൂടി ചരിത്രമാണ്. കോഴിക്കോട് മിഠായി തെരുവിലെ കാറ്റിന് കാപ്പിയുടെ മണം സമ്മാനിച്ച സ്വാമി ആൻഡ് സൺസ് ഇനിയില്ല. 129 വർഷം പഴക്കമുണ്ട് സ്വാമി എന്ന നടരാജന്റെ കാപ്പിക്കടയ്ക്ക്. മുത്തച്ഛൻ തുടങ്ങിയ കാപ്പിക്കച്ചവടം തലമുറ കൈമാറി സ്വാമിയിലെത്തി. 8ാം വയസ്സിൽ മിഠായി തെരുവിലേക്കുള്ള ആദ്യ യാത്രയിൽ തുടങ്ങി തെരുവ് ജീവിതത്തിന്റെ തന്നെ ഭാഗമായ കഥ നടരാജൻ ഓർത്തെടുക്കുന്നു. കുട്ടിയായിരുന്ന സമയത്ത് ഓർമ്മ എന്ന് പറഞ്ഞാൽ ഇവിടെ നിറച്ചും പണിക്കാരുണ്ട്. അന്ന് കുറേ നല്ല ജാസ്തി ഇവിടെ കൊള്ളാവുന്ന അത്രയല്ല, അതിനേക്കാൾ കൂടുതൽ ജോലിക്കാരുണ്ടെന്നാണ് പറയാം. കസ്റ്റമേഴ്സ് ഇങ്ങനെ വന്നിട്ട് തിങ്ങി നിറയും. അച്ഛനാണ് മെയിനായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ കുറേ ക്യൂ സിസ്റ്റമൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ആ കാലത്താണ് ഞാൻ ആദ്യമായി വരുന്നത്. അന്ന് എനിക്ക് 8 വയസ്സാണ്. ഒരു 10-15 വയസ്സാകുമ്പോഴത്തേക്ക് ഞാൻ പാക്കറ്റ് പൊതിയാനൊക്കെ പഠിച്ചു. കൂടെ വിദ്യാഭ്യാസത്തിനും പോയി പഠിച്ചു. അങ്ങനെ ഗ്രാജുവലായിട്ട് കാപ്പിയിലേക്ക് എനിക്കൊരു അറ്റാച്ച്മെൻറ്റ് വന്നു കാപ്പീനോട്. കാരണം എന്താണെന്ന് വെച്ചാൽ ആളുകൾ വന്നിട്ട് ഈ കാപ്പി കൺസ്യൂമേഴ്സ് പല രാജ്യത്തു നിന്നും വന്നിട്ട് അച്ഛനോട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ അച്ഛൻ്റെ കാഫിയിലുള്ള നോളജ് ഡീപ്പ് നോളജാണ്. അപ്പോൾ അത് ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ എനിക്കൊരു അട്രാക്ഷൻ അതിൻ്റെ കൂടെ വന്നുപോയി. അങ്ങനെയാണ് ഞാൻ ഈ കാപ്പി വ്യവസായത്തിലേക്ക് വരുന്നത്. മിഠായി തെരുവിന്റെ പരിണാമദശ ഓരോന്നും കണ്ടിട്ടുണ്ട് സ്വാമിയുടെ കാപ്പിക്കട. 6 പതിറ്റാണ്ട് കാലം ജീവിതത്തിന്റെ തന്നെ ഭാഗമായിരുന്ന തെരുവ് വിടുന്നത് ഓർക്കുമ്പോൾ സ്വാമിക്ക് കണ്ണു നിറയും. കണ്ണ് നിറയല്ലോ. കാരണം മിഠായി തെരുവിലെ ആളുകളായിട്ടുള്ള ബന്ധം അതല്ലേ. അത് വലിയ ബന്ധമല്ലേ ആളുകളായിട്ട്. 62 കൊല്ലമായി ഞാൻ മിഠായി തെരുവിൽ സ്ഥിരമായി വരുന്നു. 62 years. വലിയ സംഭവം. 62 കൊല്ലം ഞാൻ റെഡിക്ക് കൃത്യമായി വരുന്ന സ്ഥാപനമല്ലേ. മിഠായി തെരുവ് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ബ്ലഡിൻ്റെ ഭാഗമാണ്, എൻ്റെ ഫ്ലഷിൻ്റെ ഒരു ഭാഗമാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അസോസിയേറ്റ്. ഞാൻ പറഞ്ഞാൽ കോഴിക്കോട് എനിക്ക് ഇനി കേരളത്തിലെവിടെയല്ല ഇന്ത്യയിലെ ലോകത്തെവിടെയെങ്കിലും ഒരു സ്വർഗ്ഗം ഉണ്ടെങ്കിൽ അത് കോഴിക്കോടാണെന്നും കോഴിക്കോടിലെ ഏറ്റവും വലിയൊരു സ്വർഗ്ഗഭൂമി ഉണ്ടെങ്കിൽ അത് മിഠായി തെരുവാണെന്നും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇനി ഒരു ജന്മം വരികയാണെങ്കിൽ കോഴിക്കോട് തന്നെ ജനിക്കുകയും വേണം, മിഠായി തെരുവ് തന്നെ എൻ്റെ ജീവിതം എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ വേണം. അതാണ് ആഗ്രഹം. കല്യാണം കഴിഞ്ഞപ്പോൾ ഇവിടെ കുറച്ച് പ്രോബ്ലം ഒക്കെ വന്ന് മൂപ്പര ഫാമിലി ആയിട്ട്. ഇതാണ് സത്യം. മൂപ്പര ഫാമിലി ഇത് റെൻ്റായിരുന്നു. അതിലേക്ക് ഇവർ അവകാശം ചോദിച്ച് ഇവരെ ബ്രദേഴ്സൊക്കെ കുറേ ബുദ്ധിമുട്ടിച്ച് അത് കോടതി ലെവലിലെത്തി. ഇത് പൂട്ടിയിട്ട് ഓർഡർ പിന്നെ ഏപ്രിൽ മെയ്യിലാണ്. അന്ന് ഞങ്ങൾക്ക് KV-5 അതൊന്നും അറിഞ്ഞില്ല. പെട്ടെന്നുള്ള ഇതിൽ ഇവർ മാനസികമായിട്ട് ഇടിഞ്ഞ്. അപ്പോൾ ഇവർ കല്യാണവും കഴിപ്പിച്ച് ആളെ കല്യാണം എന്നെ തോൽപ്പിക്കുന്ന മാതിരി എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് വാശിയായി ഇത് തുടങ്ങണമെന്ന്. അപ്പോൾ എൻ്റെ വീട്ടിൽ തളിയിൽ ഞാൻ PS കോപ്പി എൻ്റെ ഇനീഷ്യൽ വെച്ചിട്ട് സ്വാമിയുടെ ബ്രെയിൻ ഉപയോഗിച്ചിട്ട് ഞാൻ സബ്സിഡിയിൽ ഈ മെഷീനൊക്കെ ഞാൻ വാങ്ങിയതാണ് സബ്സിഡിയിൽ. ആദ്യത്തതൊക്കെ ബെൽറ്റ് ഇട്ട് റൗണ്ട് അടിക്കുന്ന പഴയ പഴഞ്ചനാണ് ഞാൻ വാങ്ങി. കോയമ്പത്തൂർ ഞങ്ങൾ പോയി സയൻറ്റിഫിക് റിസർച്ചിൽ നിന്ന് മെഷീൻ സെലക്ട് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് അവിടെ നിന്നൊന്നും ആദ്യമൊന്നും വലിയ ചിലവൊന്നും ആവില്ല. അതിനും കുറേ ആൾക്കാർ കോർപ്പറേഷനിൽ എഴുത്ത് കൊടുത്ത് പരാതി കൊടുത്ത് അവിടെ നിന്നൊക്കെ ഞാൻ എന്താ പറയുക എൻ്റെ തൻ്റെ ഇടം കൊണ്ട് കോർപ്പറേഷനിലെ മേയർമാരോട് സത്യസന്ധമായിട്ട് നീങ്ങുന്ന സ്ഥാപനമാണെന്ന് പറഞ്ഞ് അവർ ലൈസൻസ് തന്ന് അങ്ങനെയാണ് ആ യൂണിറ്റ് ഉണ്ടാക്കിയത്. ആദ്യം ഒന്നും 50 ഗ്രാം 100 ഗ്രാം കൂടി പോവില്ല. അവിടെ നിന്ന് ഞാൻ പിടിച്ചു നിന്ന് എങ്ങനെയാ മഹാലക്ഷ്മി വന്നതെന്നറിയില്ല. ഇത് 2 മാസം കഴിഞ്ഞപ്പോൾ ഓർഡർ ഇവർക്ക് കിട്ടി. മൈസൂരിൽ നിന്നും കുടകിൽ നിന്നും കൊണ്ടുവരുന്ന കാപ്പി കൃത്യമായ പാകത്തിൽ വറുത്തു പൊടിക്കുമ്പോൾ മണം മാനാഞ്ചിറ മുതൽ മൊയ്തീൻ പള്ളി വരെ എത്തും. സ്വാമിയുടെ രുചിക്കൂട്ട് തേടി വിദേശത്ത് നിന്ന് പോലും ആളുകൾ എത്തുന്നതിന്റെ കാരണവും കാപ്പിയുടെ ഗുണത്തിലുള്ള കടുംപിടുത്തം തന്നെ. ഇവിടുന്ന് ബോംബെയിലേക്ക് വന്നിട്ട് 6 മാസം കൂടുമ്പോൾ ഇങ്ങോട്ട് വരും. വന്നിട്ട് ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് ഇവിടുന്ന്. പിന്നെ ഇവിടെ കാപ്പിപ്പൊടി ഇല്ലെങ്കിൽ ഇവിടുത്തെ കാപ്പിയെ കഴിക്കാനുള്ളൂ. പ്രത്യേക നാടൻ ടേസ്റ്റ് ഉണ്ട്. പിന്നെ എന്താ പറയുക, അതിൻ്റെ മണം അത്ര പെട്ടെന്ന് പോകുന്നതല്ല. ഒരേ കുരു നമ്മൾ ഒരേ മരത്തിൽ നിന്ന് പറിക്കുന്നത് പല ക്വാളിറ്റീസും ഒരേ ഗ്രേഡായിരിക്കും. ഇപ്പോൾ പീബറി എന്ന് പറയുന്നൊരു ഗ്രേഡുണ്ട്, ഒരു ഉരുണ്ട കുരുവാണ് പീബറി എന്ന് പറയുന്നത്. പലവിധം പീബറി ഉണ്ട്. ആ പീബറി ഒരേ ചെടിയിൽ നിന്ന് എടുക്കുന്നതിൻ്റെ അകത്ത് ഗ്രേഡ് ചെയ്തെടുക്കുന്നതാണ്. ആ ഗ്രേഡ് എടുക്കുന്ന ആ മരത്തിൻ്റെ മറ്റേ ശാഖയിൽ നിന്ന് എടുക്കുന്ന ഈ പീബറിയും തമ്മിൽ ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് അതിന് കണ്ടാൽ അതിന് ഡിഫറെൻറ്റ് ക്വാളിറ്റീസ് ഇൻഹറൻ്റ് ആണ് അതിൻ്റെ അകത്ത് എന്നുള്ളത് മനസ്സിലാവണം.
ടേസ്റ്റ് ചിലർ ഫ്ലേവർ ഉണ്ടാവും, അതിൻ്റെ ലിക്കർ തിന്നായിരിക്കും, തിക്കായിരിക്കില്ല. ചിലവർക്ക് തിക്ക് കാപ്പി കുടിക്കേണ്ടി വരും. ചിലവർക്ക് മൂഡ് സ്റ്റിമുലേഷനാണ്. ചില കാപ്പിക്ക് നിങ്ങളെ മൂഡ് സ്റ്റിമുലേറ്റ് ചെയ്യാൻ നിങ്ങളൊരു ഉഷാറിൽ മോർണിംഗ് സിക്നസ് ഫീൽ ചെയ്യുന്നു വിചാരിക്കും. രാവിലെ എണീക്കുമ്പോൾ ഒരു മോർണിംഗ് സിക്നസ് ഫീൽ ചെയ്യുക. അത് സ്റ്റിർ ഓഫ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് കാപ്പി കുടിക്കാം. അതിൻ്റെ ക്വാളിറ്റിയുള്ള കാപ്പിയുണ്ട്. അത് ദാറ്റ് വിൽ സ്റ്റിമുലേറ്റ് യുവർ മൂഡ്. ദാറ്റ് വിൽ മേക്ക് യു ചിയർഫുൾ. ആ കാപ്പിയുണ്ട്. ആ ക്വാളിറ്റി കാപ്പിയിലുണ്ട്. ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് കാപ്പീൻ്റെ അകത്ത്, ഇൻഹെറൻ്റ് ആണ്. അത് നമുക്ക് പുറത്ത് കൊണ്ടുവരാൻ കഴിയണം. അതേമാതിരി ബ്രെയിൻ ഷാർപ്പ്നെസ്സിന് കാപ്പി ഉപയോഗിക്കാം. ക്യാൻസർ ഭേദമായതിനു ശേഷം പാർക്കിൻസൺസ് രോഗവും ബാധിച്ചതോടെയാണ് മനസ്സില്ലാ മനസ്സോടെ കച്ചവടം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ സ്വാമിയുടെ രുചി ഇവിടെ തന്നെ നിലനിർത്താൻ ചില ആലോചനകൾ നടത്തുന്നുണ്ട്. ആര്യഭവനുമായി ചേർന്ന് സ്വാമിയുടെ കാപ്പിപ്പൊടി ബ്രാൻഡ് ചെയ്യാനാണ് പദ്ധതി. ആര്യമോനെ ഞാൻ പഠിപ്പിക്കും. കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ആര്യമോനെ പഠിപ്പിക്കും. അവരുടെ എങ്ങനെയാണ് കാപ്പിപ്പൊടിൻ്റെ കച്ചവടം അവർക്ക് ബ്രാൻഡ് ചെയ്യാനൊക്കെ താല്പര്യമുണ്ട്. അത് ചെയ്യിക്കും. എന്നൊരു മിഠായിത്തിൽ നിന്ന് കാപ്പി പോകാത്ത രീതിയിൽ ഒരവസ്ഥ ഉണ്ടാക്കാനാണ് എൻ്റെ ആഗ്രഹം. കടയിൽ വരുന്ന കാപ്പിപ്രേമികൾക്കെല്ലാം സ്വാമിയോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ: തെരുവ് വിട്ടുപോകരുത്. പക്ഷേ സ്വാമിക്ക് ഈ തെരുവിനോടും കാപ്പിക്കടയോടും വിട പറയുകയല്ലാതെ മറ്റു വഴിയില്ല. വിനോദ് കുമാറിനൊപ്പം അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18 കോഴിക്കോട്.